السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള റമദാൻ വ്രത പ്രയോജനങ്ങൾ എന്ന പേരിൽ ഈ ഫെബ്രുവരി 20 നടത്തിയ ഖുത്ബയിൽ പ്രയോജനങ്ങളായി എണ്ണിപ്പറയുന്ന ഒന്ന് തഖ്വയാണ്. നമുക്ക് ഈ റമദാൻ വ്രതാനുഷ്ഠാനത്തിലൂടെ ലഭ്യമാകുന്ന കാര്യം. രണ്ടാമത് സംരക്ഷണമാണ്. വ്രതാനുഷ്ഠാനം അസാന്മാർഗികതയ്ക്കെതിരെ സംരക്ഷണം ഒരുക്കുന്നു. മോശമായ വാക്കുകളും പ്രവർത്തനങ്ങളും കളവുകളും ഒക്കെ നമ്മിൽ നിന്നും മാറുന്നതിന് നമ്മെ അത് പ്രേരിപ്പിക്കുന്നു. കാരണം ഞാൻ വ്രതാനുഷ്ഠാനത്തിലാണ് എന്ന ഒരു ബോധം അവനിലേക്ക് വന്ന് അല്ലാഹുവുമായി കൂടുതൽ അടുക്കുവാനും ആ സംരക്ഷണ വലയത്തിലാകുവാനും അവന് കഴിയും. ആക്ഷേപങ്ങൾക്കെതിരെ സംരക്ഷണം ഒരുക്കുന്നു. നിരോധനങ്ങൾക്കെതിരെ സംരക്ഷണം ഒരുക്കുന്നു. ഒരു മുസ്ലിമിന് സമൂഹത്തിൽ മാന്യമായി തീരുവാൻ വ്രതാനുഷ്ഠാനം പരിശീലിപ്പിക്കുന്നു. ഒരു നല്ല വ്യക്തിയായി സമൂഹത്തിൽ നിലനിൽക്കുവാൻ അവനെ പഠിപ്പിക്കുകയാണ് ഈ റമദാൻ മാസം. അത് വിശ്വാസിയിൽ ക്ഷമ വളർത്തുന്നു, അവനെ സംയമനം പഠിപ്പിക്കുന്നു. നല്ല ഗുണങ്ങൾ എല്ലാം മനുഷ്യരിലേക്ക് കടന്നു വരുന്നതിന് ഈ പരിശുദ്ധ റമദാൻ വ്രതം മനുഷ്യനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രിയ പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വ്രതാനുഷ്ഠാനം ഒരു പരിചയാണ്. ആരാണോ വ്രതമനുഷ്ഠിക്കുന്നത് അവൻ മോശമായ സംസാരവും മോശമായ പെരുമാറ്റവും ഒഴിവാക്കേണ്ടതു തന്നെയാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരു മനുഷ്യനെ നല്ലവനാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ഘടകങ്ങളും പരിശുദ്ധ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിൽ അടങ്ങിയിരിക്കുന്നു. അവൻ്റെ മോശമായ സംസാരം, മോശമായ പെരുമാറ്റം, സംസാരവും പ്രവൃത്തിയും മോശമായിട്ടുള്ളത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഈ മോശമായ വാക്കും പ്രവൃത്തിയും മനുഷ്യൻ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നീട് ഈ ലോകം സ്വർഗം തന്നെ. എത്ര മഹത്തായ അധ്യാപനങ്ങളാണ് നമുക്ക് മാനവരാശിക്ക് മുമ്പിൽ അല്ലാഹു തആല അവൻ്റെ പ്രവാചകനിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഈ ലോകം കൊടും ക്രൂരത ചെയ്തുകൊണ്ടേ പോകുന്നു മനുഷ്യൻ.
അവൻ വളരെ നന്ദി കെട്ടവനാണ്. തൻ്റെ സമസൃഷ്ടികളായ സമൂഹത്തിലെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും സേവിക്കുവാനും മനസ്സില്ലാതെ പോയ ഇരുണ്ടുപോയ ഹൃദയങ്ങൾ, അവയെ വെളിച്ചത്തിലാക്കുന്നതിന് വേണ്ടി അള്ളാഹുവും അവൻ്റെ പ്രവാചകനും കാട്ടിത്തന്ന ഈ സുന്ദരമായ അധ്യാപനങ്ങൾ പാടെ വിസ്മരിച്ചുകൊണ്ട് മനുഷ്യനെ അറുകുല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മനുഷ്യരൂപം കൊണ്ടിങ്ങനെ നിൽക്കുന്നത്. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമ്മളിൽ തമോമയമായി കിടക്കുകയാണ്, ഇരുട്ടിൽ കിടക്കുകയാണ്. അതിനെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി ശോഭയിലാക്കി തൻ്റെ മനുഷ്യ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും സേവിക്കുവാനുമുള്ള പ്രേരണ നൽകി അവനെക്കൊണ്ടത് ചെയ്യിക്കുകയാണ് പരിശുദ്ധ റമദാൻ. ഇത് ഉൾക്കൊണ്ടവർ അതിനുവേണ്ടി തയ്യാറാവുകയും അങ്ങനെ ഒരു പുതുലോക സൃഷ്ടി നടത്തുവാൻ കഴിയുന്നു. അതാണ് ഈ കാലഘട്ടത്തിൽ, ഇരുണ്ടുപോയ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ നവോത്ഥാന നായകനായി അല്ലാഹു തആല നിയോഗിച്ച വ്യക്തിക്ക് ആദ്യമേ അതിനോട് എറൈസ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ വേൾഡ്. നീയൊന്ന് എഴുന്നേറ്റ് ഒരു പുതുലോകം സൃഷ്ടിക്കുക. അതിൽ നമ്മൾ ഓരോരുത്തരോടുമാണ് അത് പറയുന്നത്. നമ്മളൊന്ന് ഉണരണം, നമ്മളൊന്ന് എഴുന്നേൽക്കണം. എന്നിട്ടൊരു പുതുലോക സൃഷ്ടിക്കായി നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും അതിന് പര്യാപ്തമായ നിലയിലായിരിക്കണം. നിങ്ങളിങ്ങനെ പഴയ നിലയിൽ ഉറങ്ങിക്കിടക്കരുത്. നിങ്ങളൊന്ന് സടകുടായി എഴുന്നേൽക്കണം. എന്നിട്ടൊരു പുതുയുഗ സൃഷ്ടിക്കായിട്ട് അല്പകാലമേ ഉള്ളൂ, പരിശ്രമിക്കണം എന്ന് നമ്മളോട് പറയുന്നത്. റമദാൻ വ്രത പ്രയോജനങ്ങളിൽ അടുത്തതായി എണ്ണപ്പെടുന്നത് ഖുർആൻ്റെ വെളിപാടാണ്. അല്ലാഹു തആല പറയുന്നു, ലൈലത്തുൽ ഖദറിൽ നാം ഖുർആനെ വെളിപാടായി ഇറക്കി. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ്. 1000 മാസത്തേക്കാൾ ഫലപ്രദമായ ഒരു ദിനം. വിശുദ്ധ ഖുർആൻ വിശിഷ്യ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ വചനങ്ങൾ റമദാൻ മാസത്തിൽ നാം അവതരിപ്പിച്ചു. മാനവ സമൂഹത്തിന് വഴികാട്ടിയായി വിശുദ്ധ ഖുർആൻ നന്മയും തിന്മയും വേർതിരിക്കുന്നു. ഇത് ശുദ്ധീകരണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. മുമ്പ് വന്ന വെളിപാടുകളുടെ മൂർധന്യാവസ്ഥയെ കുറിക്കുന്നു. മുൻകാലങ്ങളിൽ വെളിപാടുകൾ വന്നുകൊണ്ടിരുന്നു, പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു, മാനവന് ഉത്ബോധനം നൽകിക്കൊണ്ടിരുന്നു എല്ലാ കാലഘട്ടങ്ങളിലും. അതിൻ്റെ സമ്പൂർണതയെ ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥവുമായി അത് ലൈലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചതെന്നും ഇത് സന്തോഷത്തിൻ്റെ ഉറവിടമാകുന്നു. ഒരു വിശ്വാസിക്ക് ശമനൌഷധവും കാരുണ്യവുമാണ്. ഒരു മുത്തക്കിയായ ആളിന്, ഇത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ആളിന്, അത് നിത്യജീവിതത്തിൽ പ്രവൃത്തിപഥത്തിലാക്കുവാൻ ആഗ്രഹിക്കുന്നവന് ശമനൌഷധവും കാരുണ്യവുമാണ്. ഈ വിശുദ്ധ ഖുർആനെ നെഞ്ചിലേറ്റിക്കൊണ്ട് അതിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്ത പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ഇവ രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഹലോകവും പരലോകവും അള്ളാഹുവിൻ്റെ പ്രീതിയിൽ ആയിരിക്കുവാൻ കഴിയുന്നതാണ് എന്ന് പഠിപ്പിച്ച ആ വിശുദ്ധ ഗ്രന്ഥം പേറുന്ന എത്രയെത്ര മുസ്ലിം രാജ്യങ്ങളെന്ന് അഭിമാനിക്കുന്നവർ ഈ വിശുദ്ധ ഖുർആനെ ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അവർ ഈ ഖുർആനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു, ഇതിലെ അധ്യാപനങ്ങളെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു. എന്നിട്ട് മനുഷ്യരാശിയുടെ അന്തകന്മാരായ അമേരിക്കൻ ജനതയൊന്നും നമ്മളൊന്നും പറയുന്നില്ല. അത്തരത്തിലുള്ള ദുഷിച്ച ഭരണകർത്താക്കളെ കയറ്റിയിരുത്തിയ മാനവൻ, അതുപോലെ മനുഷ്യരാശിയുടെ എന്നത്തെയും ഏറ്റവും നികൃഷ്ടനായ വ്യക്തിയായ നെതന്യാഹുവിനെ, ഇത്തരത്തിലുള്ള വ്യക്തികളെ ഭരണാധികാരികളാക്കി വച്ചിരിക്കുന്ന മാനവകുലത്തിന് മറ്റെന്താണ് വേണ്ടത്?
ഇവരുടെ ആശ്രയത്വം സ്വീകരിക്കുന്ന മുസ്ലിം രാജ്യങ്ങൾ ഇവർ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തി അവരെ അന്ധകന്മാരാക്കിയിരിക്കുന്ന പാവപ്പെട്ട ഈ സമുദായത്തിലെ ആളുകൾക്ക് കിട്ടേണ്ട എല്ലാ ശ്രേയസ്സുകളും ഇല്ലാതാക്കി കളഞ്ഞ ഈ ഭരണകർത്താക്കളായ ആളുകൾ, അവരൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ ഈ ലോകത്ത് നിലകൊള്ളുകയാണ് അന്തസ്സില്ലായ്മയുടെ നികൃഷ്ടന്മാരായിട്ട്. ആയതിനാൽ ഈ വലിച്ചെറിയപ്പെട്ട വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുമായിരുന്നു എങ്കിൽ ഇത്തരം ക്രൂര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇവരെ സഹായികളായിട്ട് തങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ശോഭകളിൽ കയറ്റിയിരുത്തുമായിരുന്നില്ല. അവർക്ക് ബോധനം പറഞ്ഞു കൊടുക്കേണ്ട, വെളിച്ചം പകർന്നു കൊടുക്കേണ്ട അറബികൾ, മുസ്ലിങ്ങൾ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അവയെ പാടെ വിസ്മരിച്ചുകൊണ്ട് ഈ ദുഷ്ടന്മാരായ ആളുകളെ കയറ്റിയിരുത്തി സാധുക്കളായ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്ത നരാധമന്മാരെ കൊണ്ട് നിറഞ്ഞുപോയ ഈ ലോകത്തിലാണ് നമ്മൾ കഴിയുന്നത്. അപ്പോഴാണ് പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഒരു പുതുയുഗ പ്രവീയുമായി അല്ലാഹു തആല ഈ കാലഘട്ടത്തിലും ഈ സന്ദേശത്തിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ നാളെ നിയോഗിച്ചിട്ട് നമ്മളിലൊന്നും ഒരു മാറ്റവും വന്നില്ല. തകർന്നടിയുകയാണ് അല്ലാഹു തആല നൽകിയ സമ്പത്തും സൗഭാഗ്യങ്ങളും മാനവന് നൽകിയ അനുഗ്രഹങ്ങളെ അവർ നശിപ്പിക്കുന്ന ക്രൂരമായ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൺമുമ്പാണ്. നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. അള്ളാഹുവിലേക്ക് തിരിയുക, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന പാഠങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തി ഒരു പുതുലോകം ഈ ഭൂമുഖത്ത് സൃഷ്ടിക്കുന്നതിനായിട്ട് അഹോരാത്രം പരിശ്രമിക്കേണ്ടവരാണ് നമ്മളും നമ്മുടെ വീടുകളിൽ ഇങ്ങനെ തിന്നും കുടിച്ചും സുഖിച്ചും ഇരിക്കുകയാണ്. മാറ്റം വന്നേ പറ്റൂ. ഈ പരിശുദ്ധ റമദാൻ മാസത്തിലെ മറ്റൊരു സവിശേഷമായ കാര്യമായി, പ്രയോജനത്തിൻ്റെ കാര്യമായി കാലത്തിൻ്റെ ഇമാം തുറന്നു വയ്ക്കുന്നു. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുന്നു. ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നു: റമദാൻ ആരംഭിക്കുമ്പോൾ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്, നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുന്നതാണ്, പിശാചുക്കൾ ചങ്ങലക്കിടപ്പെടുന്നതാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ അനുഗ്രഹീതമായ മാസത്തിൽ വിശ്വാസികൾ പാപങ്ങളിൽ നിന്ന് വീണുപോകാതിരിക്കുവാനും അവരുടെ സ്വഭാവം നന്നാക്കുവാനും വിശ്വാസികൾക്ക് ഒരവസരം അല്ലാഹു നൽകുകയാണ്. ഉത്കൃഷ്ടമായ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരവസരം. പാപങ്ങളിലും തെറ്റുകളിലും കുറ്റങ്ങളിലും കുറവുകളിലും പോരായ്മകളിലുമായിരുന്ന മനുഷ്യനെ വർഷത്തിലൊരിക്കൽ അവനെ ഓർമ്മപ്പെടുത്തി പിടിച്ചുയർത്തുന്നതിനായി, അവൻ്റെ സ്വഭാവം നന്നാക്കുന്നതിനായി ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഈ അന്ധകന്മാർ ലോകത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കാൻ പോലും നിർവഹിക്കാൻ ഒക്കാത്ത നിലയിലുള്ള ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനുഷ്യരാശിയെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെന്ത് നേടുവാനാണ് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. ആയതിനാൽ അക്രമത്തിനെതിരിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും അക്രമം അവസാനിക്കുന്നത് വരെ അവരോട് പോരാടണമെന്നും പഠിപ്പിച്ച ഇസ്ലാം. അക്രമകാരികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഷെയ്ഖന്മാരും ഭരണകർത്താക്കളും ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ പറഞ്ഞ കൽപ്പനകൾക്ക് നേരെ വിരുദ്ധം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെയാണ് നമ്മളിന്ന് കാണുന്നത്. അവരുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണ്ടേ? നമ്മളെ കൊണ്ടൊക്കത്തില്ല എന്ന് പറഞ്ഞ് നിസ്സഹായരായിരിക്കാതെ ശടകുടായി എഴുന്നേൽക്കുക, കർമ്മരംഗത്തേക്ക് വരിക, എന്നിട്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനം ലോകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുക. വിശ്വാസികൾക്കൊരവസരം അല്ലാഹു നൽകുകയാണ്, നിങ്ങളുടെ സ്വഭാവം ഒന്ന് നന്നാക്കാൻ, നിങ്ങളുടെ വാക്കുകൾ നന്നാക്കാൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ. എന്നാൽ ദൗർഭാഗ്യവശാൽ അല്ലാഹുവിൻ്റെ ഈ മുന്നറിയിപ്പ് ചില ആളുകൾ ശരിക്കും കണക്കിലെടുക്കുന്നില്ല. ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ പോലും പാപത്തിൽ നിന്നും അകന്നു കഴിയുവാൻ അവർ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവർ അവരുടെ നഫ്സിനെ
പിശാചിന് വിട്ടുകൊടുക്കുന്നു. പിശാച് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മറികടന്ന് പ്രവർത്തിപ്പിക്കുന്നു. ഈ വർഷം ഇവർ യഥാർത്ഥ വിശ്വാസികളല്ല. അപ്പം ഈ വിശുദ്ധ ഖുർആനിലും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും പറയുന്നതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മനുഷ്യരാശിയെ ഉന്മൂലനം ചെയ്യുന്നതിനും പീഡിപ്പിക്കുന്നതിനും വിഷമിപ്പിക്കുന്നതിനും പതിനായിരക്കണക്കിന് സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, വൃദ്ധരെ കൊന്നൊടുക്കിയ കാപാലികന്മാരായ ആളുകളോട് ഒരു വാക്ക് പോലും പറയാത്ത മനുഷ്യത്വം മരവിച്ചു പോയ മൃഗതുല്യരായ ഭരണകർത്താക്കളെ, നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് ഇഹലോകത്ത് മാത്രമായിരിക്കില്ല, നാളെ പരലോകത്തും തീർച്ചയായിട്ടും. അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടി നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു മാസമാണ്. ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ എന്താണ് പറയുന്നത്? പിശാചിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് നിങ്ങളുടെ നഫ്സുകളെ. പിശാച് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മറികടന്ന് പ്രവർത്തിപ്പിക്കുന്നു. ഇവർ യഥാർത്ഥ വിശ്വാസികളല്ല. അള്ളാഹുവിൽ നിന്നും വന്ന സത്യത്തെ അവർ പിന്തുടരുന്നില്ല. അവർ ഈ ലോകത്തിന് അള്ളാഹുവിനേക്കാൾ മുൻഗണന കൊടുക്കുന്നു. ഈ കാപാലികന്മാരായ ആളുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മളും അങ്ങനെയൊക്കെ അല്ലയോ? ആണോ അല്ലയോ? ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക. നമ്മളും ഇഹലോക കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ആരുടെ കാലും നക്കുന്ന ഒരവസ്ഥയിലേക്ക്. യഥാർത്ഥ വിശ്വാസികൾക്ക് ഈ ഹദീസ് ഒരു സുവാർത്തയാണ്. നെഫ്സിനെതിരിൽ കരുതിക്കൂട്ടി പോരാടുകയും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അമ്മാറത്തും ബിസ്സൂഫ്, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ നെഫ്സിനെതിരിൽ പോരാടുകയും അതുപോലെ സാത്താനെതിരിലും നിലകൊണ്ടാൽ, സാത്താനെ തടയുന്നതിൽ വിജയിച്ചാൽ, അവരുടെ ഇച്ഛകളെ നിയന്ത്രിക്കുന്നതിൽ വിജയിച്ചാൽ, പാപങ്ങളിൽ നിന്ന് അകലം പാലിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ട് മാത്രം നിലകൊണ്ടാൽ അത്തരക്കാർക്ക് ഈ ഹദീസ് സന്തോഷ വാർത്ത തന്നെയാണ്. തിരിച്ച് അള്ളാഹു അവർക്ക് നേർവഴി കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ ആയാൽ അവരുടെ പഴയ പാപങ്ങളിലേക്ക് പോകുന്നതല്ല, മടങ്ങിപ്പോകുന്നതല്ല. മുൻപ് ചെയ്തു പോയ പാപങ്ങൾ അവൻ അവർക്ക് പുറത്തു കൊടുക്കുന്നു. അങ്ങനെ പാപം ചെയ്യാത്ത ഒരു പുതിയ ആത്മാവായി അവർ മാറുന്നു. അങ്ങനെ അള്ളാഹു അവർക്ക് രണ്ടാമത് ഒരവസരം നൽകുകയാണ് മുന്നോട്ട് പോകുവാനും അവരുടെ പ്രവർത്തന രേഖാപുസ്തകം നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും നല്ല ഉദ്ദേശങ്ങൾ കൊണ്ടും നിറയ്ക്കുന്നതിനായി. അങ്ങനെയുള്ള ഒരു അവസരമാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്, അതുപോലെ ബുദ്ധിശക്തിയും നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത്, ഇവയൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ, ചാനലൈസ് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടഭാജനങ്ങളായി അന്തസ്സായി നിലകൊള്ളുന്നതാണ്. അതിനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. വ്രതാനുഷ്ഠാനത്തിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് എണ്ണി പറയുന്ന ഈ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിനത്തിൽ നമുക്ക് വീണ്ടും തുടരാവുന്നതാണ്. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.